നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ഫ്രഞ്ച് ലീഗ് മത്സരങ്ങളിലും വിജയിക്കാൻ വമ്പന്മാരായ PSG കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, 3 മത്സരങ്ങളിലും അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, തങ്ങളുടെ ക്യാപ്റ്റനായ കിലിയൻ എംബപ്പയ്ക്ക് ഈ 3 മത്സരങ്ങളിലും മുഴുവൻ സമയവും കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യത്തെ 2 മത്സരങ്ങളിലും അദ്ദേഹത്തെ പിൻവലിച്ചിരുന്നു. ഏറ്റവും അവസാനമായി നടന്ന മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ പോലും കിലിയൻ എംബപ്പയെ പരിശീലകനായ ലൂയിസ് എൻറിക്കെ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, ഡെംബലക്കും ഇപ്പോൾ വേണ്ടത്ര അവസരങ്ങൾ ക്ലബിനകത്ത് ലഭിക്കുന്നില്ല. എംബപ്പെ ക്ലബ്ബ് വിട്ട് റയൽ മാഡ്രിഡിലേക്ക് പോകാൻ തീരുമാനിച്ചതുകൊണ്ടാണ് PSG ഇത്തരം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് പ്രധാനമായും ആരാധകർ ആരോപിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് കിലിയൻ എംബപ്പയെ പുറത്തിരുത്തുന്നത് എന്നതിനുള്ള കൃത്യമായ വിശദീകരണം ഇപ്പോൾ PSG പരിശീലകനായ ലൂയിസ് എൻറിക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത്, എംബപ്പെ, ഡെംബലെ എന്നിങ്ങനെ സ്പീഡ് കൂടുതലുള്ള താരങ്ങൾ കൂടുതൽ സമയം കളിക്കുന്നത് റിസ്ക് ആണ് എന്നാണ് ലൂയിസ് എൻറിക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ കളി സമയം നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. PSG പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓരോ താരത്തിന്റെയും വ്യക്തിഗതമായ വിവരങ്ങൾ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാ മത്സരങ്ങളും പ്രധാനപ്പെട്ടതാണ്, എന്നാൽ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഡെംബലക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഡെംബലെ, എംബപ്പെ തുടങ്ങിയ സ്ഫോടനാത്മകമായ താരങ്ങളുടെ കളി സമയം നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ അവർ വേഗത കൂടിയ താരങ്ങളാണ്, അപ്പോൾ റിസ്ക്കും കൂടുതലാണ്. ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരുടെ കളി സമയത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നത്. ഇതാണ് PSG പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ PSG കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ നീസാണ്. കോപ്പ ഡി ഫ്രാൻസിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഇന്ന് നടക്കുക. PSG മൈതാനമായ പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ കിലിയൻ എംബപ്പെ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.